എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ റീഡിംഗ് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി സീരിയസ് തന്നെയാണോ? നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സീരിയസ് ആയിട്ട് തന്നെയാണോ കാണുന്നത്? അത് അവർക്കൊരു കളിതമാശയാണോ? ടൈം പാസ്സാണോ? എന്താണ് അവരുടെ എനർജി? നമുക്ക് നോക്കാം. ഓക്കെ, ഡിവൈൻ ഓർക്കുക, അതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളുമായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത് കേട്ടോ. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ കോൺടാക്ട് ചെയ്തോളൂ, ചെയ്തു തരുന്നതാണ്. അതേപോലെ വേറെന്താണ്, വേറൊന്നുമില്ല. റീഡിങ്ങിലേക്ക് പോകാൻ നമുക്ക്. ഡിവൈൻ പ്ലീസ് ഗൈഡ്. കുഞ്ഞ് റീഡിംഗ് ഉദ്ദേശിക്കുന്നത്. പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവരെ പ്രതി എത്രത്തോളം സീരിയസ് ആണെന്ന് പറഞ്ഞു തരൂ. ഈ ഒരു റിലേഷനെ സീരിയസ് റിലേഷൻഷിപ്പായിട്ട് തന്നെയാണോ അവർ കണക്കാക്കുന്നത്, അതോ ഒരു ടൈം പാസ് ആയിട്ടാണോ കണക്കാക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തരൂ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിനെ എങ്ങനെയാണ് കാണുന്നത്? അതൊരു സീരിയസ് റിലേഷൻഷിപ്പാണോ അവർക്ക്, അതോ ഒരു ടൈം പാസ് ആയിട്ടാണോ കാണുന്നതെന്നൊന്ന് പറഞ്ഞു തരൂ. സ്ട്രെങ്ത് കാർഡ് വരണം എന്നുണ്ട്, അതാണ്. Fool, King of Pentacles, Ten of Cups, Eight of Wands, Devil, Magician, Star, Ace of Pentacles, Three of Cups. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഇരിക്കുമ്പോഴാണ് ഏറ്റവും കെയർ ഫ്രീ ആയിട്ട്, ഏറ്റവും സമാധാനമായിട്ട്, ഹാപ്പി ആയിട്ട് ഇരിക്കുന്നത്. അങ്ങനെയാണ് അവർ ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. അതേപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റേബിളായിട്ട് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. സ്റ്റെബിലിറ്റി ഇടക്കാടാണ് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ആ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് തരണം. അതായത് ഒരു കളി തമാശയല്ല അവിടെ വളരെ സീരിയസ് ആയിട്ട് എന്താ പറയുക, റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്ത് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ ഓൾറെഡി അവരുടെ മനസ്സിൽ അവരുടെ കുടുംബം തന്നെയാണ്, അവരുടെ സ്പൗസിൻ്റെ സ്ഥാനം തന്നെയാണ് അവർ നിങ്ങൾക്ക് മനസ്സിൽ തന്നിരിക്കുന്നത്. അതേപോലെ സ്ട്രെങ്ത് വെച്ചിട്ട് എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അതെല്ലാം പറഞ്ഞ് സോൾവാക്കി നല്ല രീതിയിൽ, ഏത് കപ്പിളിൻ്റെ ഇടയിൽ പ്രോബ്ലംസ് ഉണ്ടാവും, പക്ഷേ അതെല്ലാം സംസാരിച്ച് സമയമെടുത്ത് സംസാരിച്ച് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകണം എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ ഡിലേ വരുത്താറില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടു, അതിനവർ ഡിലേ വരുത്താറില്ല. അത് എങ്ങനെയും സമയം ഉണ്ടാക്കി അവർ പെട്ടെന്ന് തന്നെ ചെയ്തു തരാൻ ശ്രമിക്കും. അതുപോലെ ഏത് നേരവും ഒരു നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്ന രീതിയിലൊരു മാഗ്നറ്റിക് പുൾ അവർ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതായത് എത്രയോ കാലമായിട്ട് നിങ്ങൾക്ക് പരസ്പരം അറിയാം, ഇനി അങ്ങോട്ട് വിട്ടു പോകാനും സാധിക്കില്ല എന്നുള്ള രീതിയിലുള്ള ഒരു ഭയങ്കരമായ അട്രാക്ഷൻ അവർ നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് അവർക്ക് പറഞ്ഞുകൂടാ എന്നൊരു സിറ്റുവേഷനാണ്. നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ് വേണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. ലൈഫിന് ഒരു പുതിയ തുടക്കം നിങ്ങളൊത്ത് വേണം. അതേപോലെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ്, നിങ്ങൾക്ക് സാമ്പത്തിക സഹായങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ അത് അവർ അറിഞ്ഞ് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ അവരോട് ചോദിക്കണം, അധികാരപൂർവ്വം അവർ നിങ്ങളുടെ കൂടിയാണ് എന്നുള്ള ആ അധികാരത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് സഹായങ്ങൾ ചോദിക്കണം. ഓരോ കാര്യങ്ങൾ ചെയ്തു തരാൻ നിങ്ങൾ അവരുടെ അടുത്ത് പറയണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു ലക്കി ചാമാണ്. ഒരുപാട് ഭാഗ്യങ്ങൾ നിങ്ങൾ അവർക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് സിറ്റുവേഷനിലും അവരെ വിട്ടുകളയാതെ നിങ്ങൾ അവരുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെ നല്ല കാലത്തും ചീത്ത കാലത്തും എല്ലാം നിങ്ങൾ അവരുടെ കൂടെ വളരെ സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കരമായൊരു മാനസികമായിട്ടൊരു കണക്ഷൻ അവർ നിങ്ങളുമായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങളെപ്പറ്റി തന്നെ തുടർച്ചയായി ചിന്തിക്കുന്ന ഒരു അവസ്ഥയിൽ കൂടിയാണ് അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർ ജോലിയിലും കാര്യങ്ങളിലും എല്ലാം അവരുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമ്പോഴും നിങ്ങളുടെ മുഖം ഇങ്ങനെ മനസ്സിൽ
വന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. നിങ്ങൾ അവരുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും കൂടിയാണ് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങളോട് പറയാൻ പാടില്ലാത്തതായിട്ട് അവർക്ക് യാതൊന്നുമില്ല. അവർ തെറ്റ് ചെയ്താലും അവർ നിങ്ങളുടെ അടുത്ത് വന്ന് തുറന്ന് സമ്മതിക്കും. ഓക്കെ, ഞാനിങ്ങനെ ചെയ്തിരുന്നു എന്നുള്ള രീതിയിൽ, എന്നോട് ക്ഷമിക്കും എന്നുള്ള രീതിയിൽ അവർ പറയാറുണ്ട്. നിങ്ങളെ ഒരു നല്ല സുഹൃത്ത് എന്നുള്ള നിലയിൽ നിങ്ങളെ തെറ്റുകൾ ആവർത്തിക്കാൻ പാടില്ല, അതെങ്ങനെ തിരുത്തണം എന്നുള്ള കാര്യം നിങ്ങൾ അവരോട് പറയാറുമുണ്ട്. ക്വീൻ ഓഫ് കപ്സ്, നിങ്ങളായിട്ട് ഇമോഷണൽ കണക്ഷൻ വളരെ സ്ട്രോങ് ആയിട്ട് അവർ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അടുത്ത് പിണങ്ങിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇവർക്ക് എന്തോ നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിംഗ് ആയിട്ടാണ് തോന്നുക. എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്യുന്നില്ല ഇത് വെറുതെ ഒരു ടൈം പാസിനോ അങ്ങനെയൊന്നുമുള്ള ഒരു കണക്ഷനാണ് എന്ന് അവർക്ക് എനിക്ക് തോന്നുന്നില്ല. അവർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു നല്ല ബാലൻസിൽ കൊണ്ടുപോകണം. അന്യായമായിട്ടുള്ളതൊന്നും നിങ്ങളോട് പ്രവർത്തിക്കരുത് എന്ന് അവർ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു കേട്ടോ. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് നല്ലത് വരണം, നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ശോഭിക്കണം, നിങ്ങൾക്ക് സേവിങ്സ് ഉണ്ടാകണം, നിങ്ങളുടെ ഉന്നമനം, നിങ്ങൾ സെൽഫ് റെസ്പെക്റ്റോടെ ഇരിക്കണം, ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത്, സ്വന്തം കാലിൽ നിൽക്കണം. അങ്ങനെ നിങ്ങളെ കാണാൻ നല്ലതായിരിക്കും, നന്നായി ഒരുങ്ങണം, പ്രസൻറ്റബിൾ ആയിരിക്കണം, നിങ്ങളുടെ സ്വഭാവം നല്ല രീതിയിൽ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യത്തക്ക രീതിയിലായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പോസിറ്റീവ് കാര്യങ്ങളാണ് ഇവർ കൂടുതലായിട്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പം മറ്റൊരാൾ നമ്മൾക്ക് വേണ്ടി ഏറ്റവും നല്ലതായിട്ട് ചിന്തിക്കുമ്പോൾ അവർ ഒരിക്കലും നമ്മളെ ഒരു തമാശയായിട്ടല്ലല്ലോ കാണുന്നത്, അല്ലേ? അതേപോലെ നിങ്ങളെ കാണാൻ കിട്ടുന്ന ഒരു സന്ദർഭവും അവർ കളയാറില്ല. ഓക്കെ, കാരണം നിങ്ങളെ കണ്ട് സംസാരിക്കുമ്പോഴാണ് അവർക്കൊരു മനസ്സമാധാനവും അതേപോലെ നിങ്ങളുടെ സ്നേഹം അനുഭവിക്കുമ്പോൾ ഒരു വല്ലാത്ത ധൈര്യം, ആശ്വാസം എല്ലാം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ലൈഫ് ലോങ് കൂടെ വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥനയിൽ ഒരാളെ ഉൾപ്പെടുത്തുമ്പോൾ അവർ മറ്റേ ആൾക്ക് വേണ്ടി എത്രത്തോളം സീരിയസ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അല്ലേ? അതാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രതി വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കേട്ടോ. അതൊരിക്കലും ഒരു കളി തമാശയല്ല, അതൊരു സ്റ്റേബിൾ റിലേഷൻഷിപ്പാണ് അവർ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഇന്ന് വന്നു നാളെ പോയി അങ്ങനെയല്ല. അവർ നിങ്ങളെ വിട്ടു പോകാൻ പറ്റാത്ത അത്രയും ഒരു മാനസികമായ അടുപ്പം നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൻ്റെ കുറച്ച് മെസ്സേജസ് കൂടെ ഞാൻ പറഞ്ഞു തരാം, ഇന്ന് ടാരോ വഴിയുള്ള മെസ്സേജസ്. ഓക്കെ, ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൽ നിന്നും അവർക്കുള്ള മെസ്സേജസ് പറഞ്ഞു തരും. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സണിൽ നിന്നും അവർക്കായിട്ട് എന്നുള്ള മെസ്സേജസ് പറഞ്ഞു തരൂ. Messages for my viewers from that person. സിക്സ് ഓഫ് പെൻഡക്കിൾസ് ഞാൻ പറഞ്ഞില്ല, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ അവർ തയ്യാറാണ്. 4 ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് സ്വാർഡ്സ്, വെരി ഗുഡ്, 7 ഓഫ് സ്വാർഡ്സ്, ലവേഴ്സ്, ഗുഡ്, പേജ് ഓഫ് കപ്സ്, മൂൺ, ടെമ്പറൻസ്. ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് അവരുടെ ഫീലിങ്സ് എന്താണോ അത് തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങളുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസിൽ അവർക്കും കൂടി ഒരു പങ്ക് വേണം എന്നാണ് അവർ ആദ്യമായിട്ട് പറയുന്നത് കേട്ടോ. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം. നിങ്ങൾ ഒറ്റയ്ക്ക് ഒന്നും ഹാൻഡിൽ ചെയ്യേണ്ടതില്ല, അവരെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും, നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർ ചെയ്യാൻ എന്ന് തന്നെ അവർ പറയുന്നു. നിങ്ങളെ പ്രതി അവർ പൊസസീവ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് നിങ്ങൾ മറ്റൊരാളോട് സംസാരിക്കുന്നൊന്നും അവർക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ കേട്ടോ. നിങ്ങൾ അവരുടേത് മാത്രമായിരിക്കണം എന്നവർ കരുതുന്നു. പ്രൊട്ടക്റ്റീവ് ഫീലിംഗും ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് റെസ്പോൺസിബിലിറ്റി ഒറ്റയ്ക്ക് ഷെയർ ചെയ്യേണ്ട, ഞാനും കൂടി ഉണ്ട് എന്നവർ പറയുന്നത്. പൊസസീവ് ആൻഡ് പ്രൊട്ടക്റ്റീവ്നെസ്, നിങ്ങൾക്ക് വേണ്ടി അവർ സേവിങ്സ് ചെയ്യാറുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾ കഷ്ടപ്പെടരുത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും നിങ്ങളെ കംഫർട്ടബിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമല്ലോ, അതിനുവേണ്ടി അവർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്നും പറയുന്നു. ഏസ് ഓഫ് കപ്സ് വെച്ച് ഇമോഷണലി ഭയങ്കരമായിട്ട് നിങ്ങളുമായിട്ട് അവർ കണക്റ്റഡ് ആണ് എന്ന് തന്നെ അവർ പറയുന്നു. എൻ്റെ തൊട്ട് താഴെ ലവേഴ്സ് ഉണ്ട്, അവിടേക്ക്
വളരെ സ്ട്രോങ് ആയിട്ടൊരു ഫിസിക്കൽ കണക്ഷനും നിങ്ങളുടെ അടുത്ത് ഫീൽ ചെയ്യാറുണ്ട്. അതും അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നിങ്ങളോട് മണിക്കൂർ കണക്കിന് സംസാരിച്ചിരിക്കണം എന്നവർ ആഗ്രഹിക്കുന്നു എന്നും പറയുന്നു. അതേപോലെ നിങ്ങളുടെ ഓൺലൈൻ റിലേറ്റഡ് കാര്യങ്ങളെല്ലാം തന്നെ ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നും പറയുന്നുണ്ട് കേട്ടോ. ദൂരെ ദിക്കിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാനായി ഓടിയെത്താൻ പോകുന്നു എന്നും പറയുന്നുണ്ട്. ദൂരെ ആണെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവർ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ഐ എം വാച്ചിങ് യു ഫ്രം എഫാർ എന്ന് പറയുന്ന ആ ഒരു മെസ്സേജ്. ഓക്കെ, എല്ലാ കാര്യങ്ങളും അവർ ഓൺലൈൻ ത്രൂ ആവട്ടെ, അവരുടെ സുഹൃത്തുക്കൾ വഴി ആവട്ടെ, നിങ്ങളുടെ സകല അപ്ഡേറ്റ്സും അവർ ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങൾക്കൊരാവശ്യം വരുമ്പോൾ അവർ ഓടിയെത്തും എന്ന് തന്നെയാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. വല്ലാത്ത മിസ്സിങ് എനർജിയാണ്. മിസ്സിങ് എനർജി ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്നവർക്കായിരിക്കാം. ഓക്കെ, കാരണം ഒന്ന് വെയിറ്റ് ചെയ്ത് മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ. അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട്. പക്ഷേ എന്താ പറയുക, നിങ്ങളെ റെഗുലറായിട്ട് കാണാൻ പറ്റാത്തതിൻ്റെ ഒരു ഇമോഷണൽ ഡൗൺ അവർ ഫീൽ ചെയ്യുന്നതായിട്ടും അവർ പറയുന്നു കേട്ടോ. നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അവർ ഏറ്റവും മനസ്സമാധാനം ഫീൽ ചെയ്യുന്നത് എന്ന് അവർ പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ടെമ്പറൻസിൻ്റെ എനർജി അതാണ്. നിങ്ങൾക്ക് വേണ്ടി അവർ പ്രാർത്ഥനകൾ ചെയ്യാറുണ്ട്. അവർ ഹീലിംഗ് മെഡിറ്റേഷൻ എല്ലാം ചെയ്യുമ്പോഴും നിങ്ങളെപ്പറ്റി ഓർക്കാറുണ്ട് എന്നും അവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. മിസ്സിങ് എനർജി വളരെ സ്ട്രോങ് ആയിട്ട് കാണുന്നു. നിങ്ങളെപ്പറ്റി തന്നെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇമോഷണൽ കണക്ഷൻ വളരെയധികം ഫീൽ ചെയ്യുന്നു എന്നും അവർ പറയുന്നു. അവരോട് പിണങ്ങിയൊന്നും ഇരിക്കരുത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ പിണങ്ങിയാൽ അവർക്ക് വിഷമമാണ്. അതുകൊണ്ട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കണം. അതാണ് പേജ് ഓഫ് കപ്സിൻ്റെ എനർജി അവിടെ വന്നിരിക്കുന്നത്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്ക് പരസ്പരം പറഞ്ഞ് ശരിയാക്കാം എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. വഴക്കിട്ടിരിക്കൊന്നും വേണ്ട. എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് സംസാരിച്ച് ശരിയാക്കാമെന്ന് നിങ്ങളുടെ പേഴ്സൺ പറയുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളോട് ഒരിക്കലും ഇൻജസ്റ്റിസ് പ്രവർത്തിക്കില്ല എന്നും അവർ പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഒരു സെപ്പറേഷനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നെങ്കിൽ, അത് നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി മാരീഡാണ്. അവിടെ അവർ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കാണും സെപ്പറേഷന് വേണ്ടി മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെ. അങ്ങനെയാണെങ്കിൽ അവരത് പറയുന്ന അവരതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതേപോലെ പേജ് ഓഫ് സ്വാർട്സ്, നിങ്ങളുടെ പേഴ്സൺ അവർക്ക് പറ്റുന്ന സമയത്ത് തീർച്ചയായും നിങ്ങൾക്ക് കോൾ മെസ്സേജ് ചെയ്യുന്നതാണ്. വിളിക്കുന്ന സമയത്ത് കുറേയധികം സംസാരിക്കാമെന്നും അവർ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. ഒരേ ഒരു കാർഡ് ലാസ്റ്റ് മെസ്സേജ് ഒന്ന് ഷഫിൾ ചെയ്തിട്ടെടുക്കാം. വേറെ എന്ത് മെസ്സേജാണ് ഡിവൈൻ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ അവർക്കായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങളെ പ്രതി അവർ വളരെ റെസ്പോൺസിബിളായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ അങ്ങനത്തെ ഡിഫറൻസസ് ഒക്കെ ഉണ്ടെങ്കിൽ, ഏജ് ഡിഫറൻസ് അങ്ങനെയെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം ഒരു സൊല്യൂഷൻ അവർ കണ്ടെത്താൻ ശ്രമിക്കാം എന്ന് അവർ പറയുന്നുണ്ട് നിങ്ങളുടെ അടുത്ത് കേട്ടോ. നിങ്ങളെ പ്രതി റെസ്പോൺസിബിളായിട്ട് അവർ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ അവരുടെ സംരക്ഷണയിൽ ഇരിക്കേണ്ട ഒരാളാണ് എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നുണ്ട് എന്നും പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഹൈപ്പും കൂടെ ചെയ്യണം കേട്ടോ. ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ, എന്നാലേ നമ്മുടെ ചാനലിനൊരു റീച്ച് കിട്ടത്തുള്ളൂ. ഓക്കെ, വേറൊന്നും ഇല്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ തമ്മിൽ കാണും വരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ് യു ആൾ. ബൈ.